BJPക്ക് ഇന്ത്യയെ തീരെഴുതി കൊടുക്കാൻ ഒരു വനിതാ സംവരണ ബില്ല് ഞങ്ങൾക്ക് വേണ്ട. പട്ടിൽ പൊതിഞ്ഞ പാഷാണം എന്നാണ് ഇന്ന് പാർലമെന്റിലെ ചർച്ചയിൽ ടി മുഹമ്മദ് ബഷീർ ഈ ബില്ലിനെ സൂചിപ്പിച്ചത്. 2024 പൊതു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിക്കൊണ്ടാണ് 2023 BJP ഗവൺമെന്റ് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷ ഭരണകക്ഷി ഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചൊരു ബില്ലായിരുന്നു അത്. കാരണം ഇന്ത്യയിൽ 33% സംവരണം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും സ്ത്രീകൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതാരും വകവെച്ചു തരേണ്ട ഔദാര്യമൊന്നുമല്ല, അത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശവുമാണ്. പക്ഷെ അന്നേ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഇന്ന് നടപ്പിലാക്കാമെന്ന്. BJP പക്ഷെ അജണ്ട ഒളിപ്പിച്ചു. കുറച്ചുകൂടി കഴിയട്ടെ, പുതിയ സെൻസസ് വരികയും അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന ഡീലിമിറ്റേഷൻ വരികയും ചെയ്തതിന് ശേഷം മാത്രം ഈ സംവരണ ബില്ല് നടപ്പിലാക്കാമെന്ന്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് പാർലമെന്റിലെ MP-മാർക്ക് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഡീലിമിറ്റേഷനെ പറ്റി നോട്ടീസ് ലഭിക്കുന്നത്. ആ ഡീലിമിറ്റേഷൻ വളരെ അപകടകാരിയാണ്. ഇന്ത്യയുടെ ഭാവിയെ നിർണായകമായി തീരുമാനിക്കാൻ സാധിക്കുന്ന ഒരു ബില്ല് തന്നെയാണിത്. BJPയുടെ അധികാരം എക്കാലത്തേക്കും ഉറപ്പിക്കുക എന്നതിന് വേണ്ടി മാത്രം ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനെ മാറ്റിവരക്കാവുന്ന ഒരു ബില്ലാണിത്. ഇന്ത്യയിൽ സദേൺ ഇന്ത്യയാണ് BJPക്ക് ഭീഷണിയാവുന്ന പ്രതിപക്ഷമുള്ള ഒരേയൊരു പ്രദേശം എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുകയും പോപ്പുലേഷൻ ബേസിൽ ഹിന്ദി ബെൽറ്റിൽ നിന്ന് BJPക്ക് അനുകൂലമായ സീറ്റുകൾ ഉണ്ടാകുന്ന മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മാക്സിമം സീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ടാക്ടിക്സ് ആണ് യഥാർത്ഥത്തിൽ ഈ വരാൻ പോകുന്ന പുതിയ തീരുമാനത്തിലൂടെ നടപ്പിലാവുന്നത്. പുതിയ സെൻസസ് പൂർത്തിയാക്കുകയും അതനുസരിച്ച് ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുക എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് പഴയ 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്ന തീരുമാനത്തിലേക്ക് വരുമ്പം ഉത്തർപ്രദേശിലൊക്കെ ഏകദേശം 30ഓളം സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് 8 സീറ്റ്, തമിഴ്നാട്ടിൽ നിന്ന് 11 സീറ്റോളം കുറക്കുകയും ചെയ്യുന്നൊരു ടാക്ടിക്സ് ആണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത്. ജെറിമാൻഡറിങ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് പൊളിറ്റിക്സിൽ. പൊളിറ്റിക്കൽ പവറിന് വേണ്ടി ഇലക്ടോറൽ പൊളിറ്റിക്സിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ജെറിമാൻഡറിങ് എന്ന് പറയുന്നത്. BJP യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇലക്ടോറൽ പൊളിറ്റിക്സിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ മണ്ഡല പുനർരൂപീകരണത്തിലൂടെ ഇപ്പോൾ നടത്താൻ ശ്രമിക്കുന്നത്. ഇത് വനിതകൾക്ക് വേണ്ടിയുള്ള ജസ്റ്റിസിന്, നീതിക്ക് വേണ്ടിയുള്ള ഒരു മുന്നോട്ട് പോക്കാണ് എന്ന് വിശ്വസിക്കാൻ ഏറ്റവും ബേസിക് കോമൺ സെൻസ് ഉള്ളവന് വരെ പ്രയാസമാണ്. ഇത് BJPയുടെ ഇന്ത്യയിലെ അധികാരം ഉറപ്പിക്കൽ പ്രക്രിയ മാത്രമാണ്. 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിട്ട വലിയ പ്രയാസത്തെ 400 സീറ്റ് പ്രതീക്ഷിച്ചവർ 240ഓളം സീറ്റുകളിലേക്ക് ചുരുങ്ങിയ ആ വലിയ തിരിച്ചടിയെ റിക്കവർ ചെയ്യാനുള്ള, ഓവർകം ചെയ്യാനുള്ള അവരുടെ ഒരു പുതിയ പൊളിറ്റിക്കൽ തന്ത്രം, ഗെയിം മാത്രമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ സ്ത്രീകളെ പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. യു ക്യാൻ ഡു ഇറ്റ് നൗ. ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. ഭരണഘടന അതിനുള്ള അവകാശവും പ്രൊവിഷനും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഈ പട്ടിൽ പൊതിഞ്ഞ പാഷാണം ഞങ്ങൾക്ക് വേണ്ട തന്നെ.